ഈ വർഷം 2025 തുടക്കത്തിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്ന ന്യൂസസ് എന്ന് പറയുന്നത് കൂടുതലും ആക്സിഡന്റൽ കേസസ് ആണ്. സ്കൂൾ ബസ് മറിഞ്ഞത് ഉൾപ്പെടെയുള്ള ഒരുപാട് ആക്സിഡന്റൽ കേസസ് ആണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതിനുശേഷം പിന്നീട് അത് കൊലപാതകങ്ങളും ആത്മഹത്യകളുമായി മാറിക്കഴിഞ്ഞു. അതിന് പ്രത്യേകിച്ചും കാരണം എന്ന് പറയുന്നത് ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നോ കിട്ടിയിട്ടുള്ള പീഡനം കാരണമാണ് കൂടുതൽ ആത്മഹത്യകളും നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം പിന്നെ ഡ്രഗ്സ് ലഹരി ഉപയോഗിച്ചതിനെ തുടർന്നിട്ടുള്ള ക്രൈംസ് അധികരിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അതിന്റെ ന്യൂസസ് വരാൻ തുടങ്ങി. അതിനുശേഷം ലഹരിയും കുട്ടികളും ക്രൈമും, ഈ മൂന്നും ഒരുമിച്ചുള്ള ഒരു കാര്യങ്ങൾ, അതായത് ലഹരി ഉപയോഗിച്ച് കുട്ടികൾ ക്രൈംസ് ചെയ്യുന്ന ഒരുപാട് ന്യൂസസ് നമ്മൾ കേട്ടു. ഇപ്പോൾ ഓൺ ഗോയിങ് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് സ്കൂൾ കുട്ടികൾ തമ്മിലുള്ള തല്ലും അതേപോലെ തന്നെ തമ്മിൽ തല്ലി കൊല്ലുന്നതും ആയിട്ടുള്ള ന്യൂസസ് ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരുപാട് പേര് ഈ കുട്ടികൾ തല്ല് പിടിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു കുട്ടികൾ തമ്മിലുള്ള തല്ലുപിടിയൊക്കെ ഇപ്പോൾ തുടങ്ങിയതൊന്നല്ല, അത് പണ്ടേ ഉണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോണും ക്യാമറയും ഒക്കെ ഉള്ളത് കൊണ്ട്, സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് ഈ ഒരു കാര്യം പുറത്തൊക്കെ അറിയുന്നു എന്നൊരു കാര്യമാണ് ചില ആളുകൾ ഇതിനെ ന്യായീകരിക്കുന്നത്. ഒരു പക്ഷേ പറഞ്ഞത് ശരിയായിരിക്കാം, പണ്ട് കാലത്തും തല്ലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ